അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം മരണത്തിന് അനുയോജ്യമായ സമയം. ഹസ്രത്ത് ഇബ്നു മസ്ഊദി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വിശുദ്ധ റമളാൻ്റെ അവസാന ദിവസം മരണപ്പെട്ടാൽ അവൻ സ്വർഗവാസിയാകും. ആരെങ്കിലും അറഫാ ദിനത്തിൽ, അതായത് ദുൽഹജ്ജ് 9 മരണപ്പെട്ടാൽ അവന് സ്വർഗക്കാരനാകും. ആരെങ്കിലും ദാനം ചെയ്തിട്ട് മരിച്ചാൽ അവൻ സ്വർഗക്കാരനാകും. ഹസ്രത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മരണസമയത്ത് ഹൃദയ സാന്നിധ്യത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗക്കാരനാകും. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്ത് അതേ സ്ഥിതിയിൽ മരിച്ചു പോയാൽ അവൻ സ്വർഗക്കാരനാകും. ഉദ്ദേശത്തോടെ ആരെങ്കിലും ദാനം ചെയ്തു മരിച്ചാൽ അവൻ സ്വർഗത്തിലാകും. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും നോമ്പെടുക്കുകയും നോമ്പുകാരനായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്താൽ അന്ത്യനാൾ വരെ നോമ്പ് നോറ്റ പ്രതിഫലം അള്ളാഹു അവന് നൽകും. ഹസ്രത്ത് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച രാത്രിയോ വെള്ളിയാഴ്ച പകലോ മരണമടഞ്ഞാൽ അള്ളാഹു അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. അന്ത്യനാളിൽ മഹ്ശർ മൈതാനയിൽ അവൻ ഹാജരാകുമ്പോൾ അവൻ്റെ ശരീരത്തിൽ രക്തസാക്ഷിയുടെ മുദ്രയുണ്ടാകും. അബൂ ജഅഫർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. വെള്ളിയാഴ്ച രാത്രി പ്രകാശമാനമായ രാത്രിയാണ്. വെള്ളിയാഴ്ച പകൽ പ്രകാശമാനമായ പകലുമാണ്. ആരെങ്കിലും വെള്ളിയാഴ്ച രാവിൽ മരിക്കുകയാണെങ്കിൽ ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും. ആരെങ്കിലും വെള്ളിയാഴ്ച പകൽ മരണമടഞ്ഞാൽ നരകത്തിൽ നിന്നും മോചനം ലഭിക്കും. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല മരണം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നോമ്പ് നോറ്റ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിസ്കാരത്തിൽ സുജൂദിലായി മരിക്കാൻ നമ്മൾ ദുആ ചെയ്യണം, എന്നും ദുആ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ ദുആവും നമ്മളുടെ ആഗ്രഹം പോലെയായിരിക്കും നമ്മളുടെ മരണം. പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിൽ നിസ്കാരത്തിൽ സുജൂദിലായി, അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ സമയത്ത് സുജൂദിലായി മരിക്കാൻ വേണ്ടി തന്നെ ദുആ ചെയ്യണം. കാരണം നമ്മളുടെ ആഗ്രഹം എങ്ങനെയായിരിക്കും അതായിരിക്കും നമ്മളുടെ അന്ത്യവും. അല്ലാഹു തആല നല്ല മരണം തന്ന് നമുക്കൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുക.